ഹലോ നമസ്കാരം കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു. ഇന്നത്തെ പുതിയ വീട്ടിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെന്നൈയിലെ ബ്ലൂ ഫ്ലാഗ് ബീച്ചാണ് കാണാൻ പോകുന്നത്. ഇതിന് കോവളം ബീച്ച് എന്നൊരു പേര് കൂടെ ഉണ്ട്. ചെന്നൈയിൽ നിന്നും ഏകദേശം 38 കിലോമീറ്ററാണ് ബ്ലൂ ഫ്ലാഗ് ബീച്ചിലേക്കുള്ള ദൂരം. ഞങ്ങൾ ഉച്ചത്തെ ഫുഡൊക്കെ കഴിച്ച് ഒരു 1:10 ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഏകദേശം ഒരു 1 hour 18 minutes എടുക്കും നമ്മളവിടെ എത്താനായിട്ട്. പിന്നെ ഈ കോവളം ബീച്ചിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ചെന്നൈയിലെ ഫസ്റ്റ് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫൈഡ് ബീച്ചാണ്. ബ്ലൂ ഫ്ലാഗ് സർട്ടിഫൈഡ് ബീച്ച് ആയതുകൊണ്ട് തന്നെ വരുന്ന വിസിറ്റേഴ്സിന് ഒരുപാട് നല്ല ഫെസിലിറ്റീസ് ഇവിടെ അവൈലബിൾ ആണ്. ഈസിയർ റോഡ് വഴിയാണ് നമ്മൾ ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ബീച്ചിലേക്ക് പോകുന്ന വഴിയിൽ സെൻറ്റ് ജോസഫിൻ്റെ ഒരു ചർച്ച് നമുക്ക് കാണാം. പിന്നെ ഒരു ലേക്കും കടന്നു പോയതിന് ശേഷം നമ്മൾ സ്റ്റാച്ചു ശില്പങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലം വരുന്നുണ്ട്. അതിനടുത്ത് തന്നെ ചെറിയൊരു അമ്പലവും വലിയൊരു ആൽമരവും നമുക്ക് കാണാം. ഈ ആൽമരത്തിൻ്റെ അവിടെ നിന്നുള്ള ലെഫ്റ്റ് ടേണിലേക്ക് നമ്മൾ ഉള്ളിലേക്ക് പോകുമ്പോഴാണ് ബീച്ചിലേക്കുള്ള വഴി. അങ്ങനെ ലെഫ്റ്റ് ടേണിലൂടെ നമ്മൾ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴേക്കും നമുക്ക് താജിൻ്റെ വലിയൊരു റിസോർട്ട് കാണാം. ഏകദേശം ഈ താജ് റിസോർട്ടിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഈ കോവളം ബീച്ച് വരുന്നത്. ബീച്ചിനടുത്ത് തന്നെ ഫാമിലി ഗസ്റ്റ് ഹൗസുകളും റിസോർട്ടൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെയുണ്ട്. പിന്നെ കോവളം ബീച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നതെല്ലാം തമിഴ്നാട് ടൂറിസം ആണ്. പിന്നെ ബീച്ചിനകത്തേക്ക് പോകുന്ന ഈ വഴി ഭയങ്കര ചെറിയൊരു റോഡാണ്. ഇനി കുറച്ച് നേരം കൂടെ നമുക്ക് ബീച്ചിലേക്ക് എത്താനായിട്ടുള്ളൂ. അങ്ങനെ നമ്മളെ ബീച്ചിലെ പാർക്കിംഗ് ഏരിയയിൽ എത്തിയേ നമുക്ക് വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ബീച്ചിലേക്ക് പോകാം. ഒരു 3 മണിക്കുള്ളിൽ നമ്മൾ വന്നാൽ പാർക്കിംഗ് നമുക്ക് കുറച്ച് ഈസി ആയിരിക്കും. 3 മണി കഴിഞ്ഞാൽ പാർക്കിംഗ് ഏരിയയിൽ ഭയങ്കര റഷായിരിക്കും. അങ്ങനെ നമ്മൾ വണ്ടി പാർക്കിംഗ് എല്ലാം കഴിഞ്ഞ് ബീച്ചിലേക്ക് നടക്കുന്ന വഴി അവിടെ മതിലിലൊക്കെ നല്ല പെയിൻറ്റിങ്സ് കാണാം. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ബീച്ചിനകത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എൻട്രി ടിക്കറ്റ് ആവശ്യമാണ്. ആദ്യമായിട്ടായിരിക്കുമല്ലോ നമ്മൾ ഒരു ബീച്ചിൽ വന്നിട്ട് എൻട്രി ടിക്കറ്റ് എടുക്കുന്നത്. ഇവിടെ കുറേ നല്ല ഫെസിലിറ്റീസ് ഉണ്ട്. അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എൻട്രി ഫീ പേ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ബിൽ കൗണ്ടറിലെത്തി ടിക്കറ്റ് എടുക്കാനായിട്ട് നിൽക്കുവാണ്. കൗണ്ടറിൻ്റെ ഫ്രണ്ടിൽ തന്നെ യൂസർ ഫീയുടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതിൽ കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ഫീയുടെ റേറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടി പാർക്കിങ്ങിനായിട്ട് ഓരോ വെഹിക്കിൾസിനും ഉള്ള ഫീയും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബോർഡിൽ അവർ എന്തൊക്കെയാണ് ഫീസ് കൊടുത്തിരിക്കുന്നതെന്ന് നോക്കാം. 6 വയസ്സ് മുതൽ അഡൾട്ട് വരെ ഉള്ളവർക്ക് ഇവിടെ എൻട്രി ഫീസ് 30 rupees ആണ്. 2 വീലർ പാർക്കിംഗ് ആണെങ്കിൽ 10 rupees ചാർജബിൾ ആണ്. പിന്നെ ഓട്ടോയും കാറൊക്കെയാണ് പാർക്ക് ചെയ്യുന്നതെങ്കിൽ 50 rupees ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വാനിന് 80 rupees ബസ്സിന് 100 rupees ഇവിടെ പാർക്കിംഗ് ഫീ കൊടുത്തിരിക്കുന്നത്. കൂടി തന്നെ ഇവിടെയുള്ള മറ്റ് ഫെസിലിറ്റീസിൻ്റെ ഡീറ്റെയിൽസും ഫീസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയുള്ള മറ്റൊരു ഫെസിലിറ്റി എന്താണെന്ന് വെച്ചാൽ വെഡ്ഡിങ് ഫോട്ടോഷൂട്ട് ഇവിടെ ചെയ്യാവുന്നതാണ്. അതിന് 4 hours-നായിട്ട് 2360 rupees ആണ് അവർ ചാർജ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കേക്ക് കട്ടിങ് അതുപോലെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ 100 rupees ഫീസ് പേ ചെയ്യണം. പിന്നെ ഈ ബീച്ചിനകത്തൊരു ഫിഷ് സ്പാ ഉണ്ട്. നമ്മളത് 10 minutes യൂസ് ചെയ്താൽ 100 rupees പേ ചെയ്യണം. അപ്പോൾ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫൈഡ് ബീച്ച് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് നല്ല ഫെസിലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ നടക്കുന്ന വാക്കിംഗ് ഏരിയയും അതിനുള്ള അടുത്തുള്ള ഭാഗങ്ങളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ വീൽ ചെയർ ഫെസിലിറ്റി അവൈലബിൾ ആണ്. കാലിന് ബുദ്ധിമുട്ടോ വയ്യാകെ ഉള്ളവർ വന്നാൽ വീൽ ചെയറിൻ്റെ ഫീസ് പേ ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ബീച്ചിലേക്ക് നടന്നു വരുന്ന വഴി ഇവിടെ ഒരു QR കോഡ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാനാണെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ വരുന്ന വഴിയിൽ വാക്കിംഗ് ഏരിയയിൽ ടൂറിസ്റ്റ് സേഫ്റ്റിക്കായിട്ടുള്ളൊരു ഇൻഫർമേഷൻ ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ടൂറിസ്റ്റിനായിട്ട് കൊടുത്തിട്ടുള്ള ഇൻഫർമേഷൻ ബോർഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം.
അപ്പോൾ ഈ ബീച്ചിൽ സ്വിമ്മിംഗ് ഫെസിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ലൈഫ് ഗാർഡ്സ് ഉള്ള സ്വിമ്മിംഗ് ഏരിയ ഉണ്ട്. നമുക്ക് സ്വിമ്മിംഗ് ഡേഞ്ചർ ആയിട്ടുള്ള ഏരിയ ഉണ്ട്, അങ്ങോട്ട് സ്വിം ചെയ്യില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ സീസൺ ടൈം കൊടുത്തിരിക്കുന്നത് ജാനുവരി ടു സെപ്റ്റംബർ ആണ്. പിന്നെ ബീച്ചിലെ ബാത്തിങ് ടൈം കൊടുത്തിരിക്കുന്നത് 6 AM to 6 PM ആണ്. പിന്നെ ബീച്ചിൽ എന്തെങ്കിലും ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ലൈഫ് ഗാർഡിനെ വിളിക്കാനുള്ള നമ്പർ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ബീച്ചിനടുത്തായിട്ട് തന്നെ മണ്ണ് കുറേ കൂനയായിട്ട് അവിടെ ഇവിടെയൊക്കെ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. വീക്കെൻഡിൽ വന്നാൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ബീച്ചാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ നമ്മൾ ബീച്ചിലേക്ക് വരുന്ന വഴി കണ്ട മറ്റൊരു വാർണിംഗ് ബോർഡാണിത്. ഈ വാർണിംഗ് ബോർഡിലുള്ളത് ഇങ്ങനെയാണ്: അഡൾട്ട്സിൻ്റെ കൂടെ അല്ലാതെ കുട്ടികളെ ബീച്ചിലേക്ക് എൻട്രി ചെയ്യിക്കില്ലെന്നാണ്. 6 മണിക്ക് ശേഷം ബീച്ചിലേക്ക് എൻട്രി ഇല്ല എന്നും പിന്നെ ഇവിടെയുള്ള റോക്സിലൊക്കെ കയറി എന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടായാൽ ഇവർ റെസ്പോൺസിബിൾ അല്ല എന്നാണ് ഈ ബോർഡിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകളെല്ലാം ഒന്ന് കാണാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് അഴിമുഖമാണ്. ഇവിടെ ചൂണ്ടയിടാനും മീൻ പിടിക്കാനൊക്കെ ആയിട്ട് ധാരാളം ആളുകൾ വരാറുണ്ട്.
അങ്ങനെ ഞങ്ങൾ കടലിലേക്ക് ഇറങ്ങി. പിന്നെ കുട്ടികൾക്ക് ഇവിടുത്തെ മണ്ണിലെയും വെള്ളത്തിലൊക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ പിന്നെ കടൽ തീരവും വെള്ളമൊക്കെ നല്ല നീറ്റാണ്. ഞാൻ ചെന്നൈയിലെ മിക്ക ബീച്ചുകളിലും പോയിട്ടുണ്ട്. അതിൽ വെച്ച് എനിക്കൊരു ഇഷ്ടം തോന്നിയൊരു നല്ലൊരു ബീച്ചാണിത്. പിന്നെ ലോങ് വീഡിയോ ആണെന്ന് വിചാരിച്ച കൂട്ടുകാരായിരുന്നു സ്കിപ്പ് ചെയ്ത് പോകരുത്. പിന്നെ ബീച്ചിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് വരും മിനിറ്റിൽ കാണാം. കൂടാതെ ഞാൻ ചെയ്ത ബീച്ച് വ്ലോഗ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടുകാരെ കാണാൻ മറക്കരുത്. കടലിലേക്ക് അധിക ദൂരം ആരെങ്കിലും ഇറങ്ങിപ്പോയാൽ അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കാനായിട്ട് ഇവിടെ ലൈഫ് ഗാർഡ്സ് ഉണ്ട്. പിന്നെ ബീച്ചിനടുത്ത് തന്നെ നമുക്ക് റെസ്റ്റ് ചെയ്യാനും റിലാക്സ് ചെയ്യാനൊക്കെ ഉള്ള ചെറിയ ഹട്ടുകൾ ഇതുപോലെ ഉണ്ട്. അങ്ങനെ ബീച്ചിലെ കുളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഷവർ ചെയ്യാനായിട്ട് വാഷ്റൂമിലേക്കാണ് പോയത്. ഇവിടെ നമുക്ക് ഫ്രഷ് വാട്ടറിൽ കുളിക്കാനുള്ള ഒരു ഷവർ ഫെസിലിറ്റി ഇവിടെ ഉണ്ട്.
കൂടാതെ ഇവിടെ ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് വാഷ്റൂംസും ഡ്രസ് ചേഞ്ചിങ് റൂംസൊക്കെ അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ മറീന ബീച്ചിലൊക്കെ കാണുന്ന പോലെ തീരത്ത് കച്ചവടക്കാരുടെയോ മറ്റാളുകാരുടെയോ ആരുടെയും യാതൊരു തിരക്കും ഇവിടെ ഇല്ല. നല്ല കാം അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. പിന്നെ ഈ ബീച്ചിനടുത്ത് തന്നെ ഒരു ചിൽഡ്രൻസ് പാർക്കും ഉണ്ട്. അത്യാവശ്യം പിള്ളേർക്ക് അഭ്യാസം കാണിക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്. നമുക്കതിൻ്റെ മേൽ കയറി മേളിൽ നിന്നുള്ള കാഴ്ചകളെല്ലാം ഒന്ന് കാണാം. അടുത്തായിട്ട് നമ്മൾ ഇവിടുത്തെ ഫിഷ് സ്പായിലാണ് പോയത്. ഞാൻ ആദ്യമായിട്ടാണ് ഫിഷ് സ്പായിൽ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.
അങ്ങനെ മോൻ്റെ കാളി ഫിഷ് കടിക്കണമെന്ന് പറഞ്ഞ് അവൻ എണീറ്റ് ഓടി. ബാക്കി ടൈം ഞാനാണ് ഇരുന്നത്. കൂടാതെ ബീച്ചിനടുത്ത് തന്നെ ടീ സ്റ്റോളും സ്നാക്ക് ഷോപ്പൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഡ്രിങ്കിങ് വാട്ടർ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ വീക്കെൻഡിൽ നമുക്ക് ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ബീച്ചാണ്. ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്കും ഇഷ്ടമാവും. അങ്ങനെ ഇവിടുത്തെ ക്വിക്ക് ബൈറ്റ്സ് ചെയ്യുന്ന കോഫി കുടിച്ച് ഒരു 6 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ ഇന്നത്തെ ബീച്ച് ബ്ലോഗ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.